everyone. സോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ നിങ്ങൾ എല്ലാവരും. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയാലേ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഡ്രീംസ് ഉണ്ടാവും. വലുതാവുമ്പോൾ ഇന്നതാവണം അല്ലേ, ഡോക്ടർ ആയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയാൽ കൊള്ളാം, അല്ലെങ്കിൽ ടീച്ചർ ആയാൽ കൊള്ളാം. ഇതെല്ലാം നല്ല ഒരു പ്രൊഫഷൻസ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ, അതായത് നമ്മുടെ ബേസ്മെന്റ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ബേസ് ഉണ്ട് അല്ലേ. ആ ബേസ് സ്ട്രോങ് ആയാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പം നമുക്കൊരു വീട് ഉണ്ടാക്കണം അല്ലെ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് അടിത്തറ വേണം അല്ലെ. അതിന് ഒരു സ്ട്രോങ് ബേസ്മെന്റ് ഉണ്ടായാലേ നമുക്ക് എത്ര വലിയ ഒരു ബിൽഡിംഗ് ആണെങ്കിലും പണിതുയർത്താൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ലൊരു ബേസ്മെന്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ ഈ ആഗ്രഹങ്ങളൊക്കെ സഫലമാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാം, ഇപ്പം നമ്മളൊരു കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് നമ്മൾ ഉള്ളത് അല്ലേ. നിങ്ങൾക്കറിയാം ഒത്തിരി എക്സാമുകളുണ്ട്, നീറ്റ്, ജെഇ, കെയിം, അതുപോലെയുള്ള ഒത്തിരി കോമ്പറ്റേറ്റീവ് എക്സാമുകളുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നീറ്റ് എക്സാം എഴുതണം അല്ലേ. അതിൽ നല്ലൊരു സ്കോർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആഗ്രഹിച്ച ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ച് നമുക്കൊരു ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. ഇനിയിപ്പം നമുക്കൊരു എഞ്ചിനീയർ ആവണം അല്ലേ, ഇപ്പം NIT, IIT പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജെഇ ക്രാക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. അതായത് നമ്മുടെ 9ാം ക്ലാസ് മുതലേ നമുക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 9ൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 10th മുതൽ നമ്മുടെ ഫൗണ്ടേഷൻ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം, ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബേസ്മെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് നീറ്റ്, ജെഇ പോലുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യാനും പറ്റും. അപ്പം നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് വരുന്ന സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ October 5 ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്കോർ കിട്ടുകയാണെങ്കിൽ നമ്മുടെ കൂടെ ചേർന്ന് ഇവിടെ പഠിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് ഒരു സിലബസ് ഉണ്ട്. അപ്പം മിസ് പറയാൻ പോകുന്നത് മാത്സിൻ്റെ സിലബസ് ആണ്. നമ്മുടെ മാത്സിൽ ഏതൊക്കെ പോർഷനാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സിലബസ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാലും കാണാം മിസ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വരുന്നത് നമ്മുടെ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അപ്പോൾ റാഷണൽ നമ്പേഴ്സ് പഠിക്കുന്നതിന് മുമ്പ് എല്ലാവരും നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവും, ഹോൾ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്തിലേക്ക് വരിക, റാഷണൽ നമ്പേഴ്സിലേക്ക് വരിക. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്രോപ്പർട്ടീസ് നിങ്ങൾക്കറിയാം. ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, പിന്നെ അഡിക്റ്റീവ് ഐഡന്റിറ്റി അല്ലേ, നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി അല്ലെ. അഡിക്റ്റീവ് ഐഡന്റിറ്റി ഏതാണ്, 0 ആണ്. 0ന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലും എന്താ കിട്ടുക, ആ നമ്പർ തന്നെയാണ് കിട്ടുക. അതാണ് അഡിക്റ്റീവ് ഐഡന്റിറ്റി. ഇനി നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിന്റെ ഏതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, 1 ആണ് അല്ലേ. 1ന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പർ തന്നെയാണ് കിട്ടുക. ഓക്കെ, പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A × B + C = എന്നാണ് AB + AC. അതേപോലെ അത് നമ്മുടെ സബ്ട്രാക്ഷൻ്റെ കേസിൽ നമ്മൾ പറയും A × B - C എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ബേസ് ആയിട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ റാഷണൽ നമ്പേഴ്സിൽ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതുപോലെ നമ്മുടെ റാഷണൽ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അല്ലേ, നമ്മുടെ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഇക്വേഷൻസിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ഫോം ചെയ്യുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അഡീഷൻ അല്ലെങ്കിൽ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഓൺ നമ്പേഴ്സ്, ഏജസ്, പെരിമീറ്റർ, കോമ്പിനേഷൻ ഓഫ് കറൻസി നോട്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് അറിയാം ഇക്വേഷൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. പല പ്രോബ്ലംസും നമുക്ക് സെൻറ്റൻസുകളായിട്ട് തന്നിട്ട് നമ്മൾ അതിൽ ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് അത് സോൾവ് ചെയ്യും അല്ലെ. അങ്ങനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡാറ്റ ഹാൻഡ്ലിംഗ് ആണ്. അപ്പോൾ ഡാറ്റ ഹാൻഡ്ലിംഗിൽ നമ്മൾ പൈ ചാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാർ ഗ്രാഫ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പൈ ചാർട്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ, സർക്കുലാർ ഷേപ്പിലുള്ള ഗ്രാഫാണ് നമ്മുടെ പൈ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പൈ ചാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാഫ്സ് അല്ലെ. നിങ്ങൾക്ക് ബാർ ഗ്രാഫ് അറിയാം, ഹിസ്റ്റോഗ്രാം അറിയാം, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാഫ്സ് ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ ബാർ ഗ്രാഫ് നോക്കുക. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കുന്നുണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മുടെ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ പ്രോബബിലിറ്റിനെ കുറിച്ച് നിങ്ങൾ വലുതായിട്ടൊന്നും ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, നിങ്ങൾ ചെറിയ മക്കളാണല്ലോ അല്ലേ.
9ാം ക്ലാസ് ആണ്, എന്നാലും നിങ്ങൾ ചെറിയ കുട്ടികളാണ്. അപ്പം പ്രോബബിലിറ്റി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി എന്ന് നമുക്കറിയണം അല്ലേ. പ്രോബബിലിറ്റി നമ്മുടെ ഡെയിലി ബേസിസിൽ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഇന്നിപ്പോൾ മഴയുള്ള ഒരു ദിവസമാണോ മഴയില്ലാത്ത ഒരു ദിവസമാണോ, അതിന് ഉണ്ടാവുന്ന ഒരു പ്രോബബിലിറ്റി എത്രയാണ് അല്ലേ. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രോബബിലിറ്റി കിട്ടുക, ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്. ഇങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കുന്നുണ്ടാവുക. അപ്പം അതിന്റെ കൂടെ നിങ്ങൾ എന്തും കൂടെ നോക്കണം, നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എന്താണ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം എന്നുള്ളതാണ് നമ്മുടെ പ്രോബബിലിറ്റി നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് അല്ലെ. ഒരു ഇക്വേഷൻ ഒക്കെ വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രോബബിലിറ്റി നോക്കുക. അപ്പം പ്രോബബിലിറ്റിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കുള്ളൂ, കാരണം നിങ്ങളത് ബേസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സിൽ നിങ്ങൾക്ക് സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോബ്ലംസ് ചോദിക്കുക. അപ്പോൾ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആണ് അല്ലേ. ഏതൊരു നമ്പറിൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ 2ൻ്റെ സ്ക്വയർ ആണെങ്കിൽ 2 × 2 ആണ്, 2ൻ്റെ സ്ക്വയർ എത്രയാണ് 4 ആണ് അല്ലേ. ഇനി സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ട്, അപ്പോൾ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, √4 എന്താണ് 2 ആണ് അല്ലേ, അതാണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. അപ്പം സ്ക്വയർ റൂട്ട് കാണാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണത്, ഡിവിഷൻ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫാക്ടറൈസേഷൻ അല്ലേ, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്തൊന്ന് നോക്കി പോവുക. പിന്നെ നമ്മുടെ ഡെസിമൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ടും കാണാനുള്ളതും നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ വരുന്നത് നമ്മുടെ ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിലും ബേസിക് ആയിട്ട് നമ്മുടെ ക്യൂബ് എന്താണ് അല്ലേ, ഒരു നമ്പറിൻ്റെ ക്യൂബ് എന്താണ്. ഇപ്പോൾ 3യുടെ ക്യൂബ് എന്താണ് 27 ആണ് അല്ലേ. 3യുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, 3 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. ഇനിയിപ്പോൾ 4ൻ്റെ ക്യൂബ് ആണെങ്കിലോ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അതാണ് ഇത് ക്യൂബ് എന്ന് പറയുന്നത്. ഇനി ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ നമ്മൾ 27ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂബും ക്യൂബ് റൂട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ് കാണുക എന്നുള്ളതായിരിക്കും ചോദിക്കുന്നുണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് നമ്മുടെ ക്യൂബോയിഡ്, ക്യൂബ്, അതുപോലെ തന്നെ സിലിണ്ടർ അല്ല, ഇത്രയും ആൾക്കാർ, ഇത്രയും സോളിഡ്സിൻ്റെ നമ്മൾ സർഫസ് ഏരിയയും വോളിയം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക, ക്യൂബിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ക്യൂബോയിഡ് ആൻഡ് സിലിണ്ടർ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഒരു ഓൾജിബ്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കി അല്ലേ. അപ്പം നമ്മുടെ ഓൾജിബ്രയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടേംസ് എന്താണെന്ന് പഠിക്കും, വേരിയബിൾസ് എന്താണ് അല്ലെ, ടേംസ് വേരിയബിൾസ് എന്താണ്, പിന്നെ മോണോമിയൽ എന്താണ്, ബൈനോമിയൽ അല്ലെ, പോളിനോമിയൽ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതേപോലെ നമ്മുടെ ഐഡന്റിറ്റീസ് അല്ലെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ a+b² അല്ലെ, a-b², ഇനി a²-b². അപ്പോൾ ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുമ്പം അതിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ പവേഴ്സ് വിത്ത് നെഗറ്റീവ് എക്സ്പോണൻസ് അല്ലേ. ഇപ്പോൾ നമ്മൾ 1/10 നമുക്ക് എങ്ങനെ പറയാം, 10⁻⁻1 എന്ന് പറയാം. ഇപ്പോൾ 1/a⁻m ആണെന്നുണ്ടെങ്കിലോ a⁻m എന്നുള്ളതാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ലോസ് ഓഫ് എക്സ്പോണൻസ്. അപ്പം ലോസ് ഓഫ് എക്സ്പോണൻസ് കുറേ ലോസ് ഉണ്ട് അല്ലേ. എന്തൊക്കെ നമുക്ക് പറയാം, a⁻m⁴n എന്താണ്, a⁻mn എന്ന് പറയുന്നതാണ്. ഇനി a⁻m × a⁻n എന്താണ്, a⁻m+n എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ലോസ് ഉണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഈ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് നമ്മുടെ ട്രയാങ്കിൾസും അതുപോലെ തന്നെ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. 2 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ട്രയാങ്കിൾസിൽ നിന്ന് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് പഠിക്കുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ച് പഠിക്കുക. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ പഠിക്കുമ്പോൾ മിസ്സാവാത്ത ഒരു കാര്യമാണ് നമ്മുടെ പൈതഗോറസ് തിയറം അല്ലേ. അപ്പോൾ പൈതഗോറസ് തിയറം പഠിക്കുക. അതേപോലെ പൈതഗോറിയൻ ട്രിപ്ലറ്റ്സിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ കേസ് വരുവാണെങ്കിൽ എങ്ങനെയാണ് ട്രയാങ്കിൾസ് ഈക്വൽ ആവുക, അപ്പോൾ സൈഡ് അല്ലേ, 3 sides ഓഫ് ദ ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ വേറൊരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ 3 sides ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രയാങ്കിൾ ഈക്വാലിറ്റി പ്രോപ്പർട്ടി പറയില്ലേ, അപ്പോൾ അത് നോക്കുക. അതേപോലെ 2 sides-ഉം ഒരു ആംഗിളും വരികയാണെന്നുണ്ടെങ്കിൽ, ഇനി 2 ആംഗിൾസും 1 സൈഡും വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും ആ ഒരു ഈക്വൽ ട്രയാങ്കിൾസ് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മണി മാത്ത്. അപ്പം മണി മാത്തിൽ നിന്ന് നമ്മൾ ചോദിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലേ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും ഒക്കെ എല്ലാവരും കാണാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്
ഉണ്ടാവും അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റും കാണുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളത്. ഒത്തിരി കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ പ്രോഫിറ്റും ലോസുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് ബേസ്ഡ്, അതായത് കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം റാഷണൽ നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തു അല്ലേ. പിന്നെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സിലേക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ 9th സ്റ്റാൻഡേർഡിലെ ഒരു ടോപ്പിക്കാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതിൽ അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇറാഷണൽ നമ്പേഴ്സിൻ്റെ എല്ലാം നിങ്ങൾ നോക്കി വെക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പോളിനോമിയൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ പോളിനോമിയൽസിൽ നിങ്ങൾ നോക്കേണ്ടത് മെയിൻ ആയിട്ട് നിങ്ങൾ സീറോ ഓഫ് ദ പോളിനോമിയൽ, കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്താണ്, അതേപോലെ നമ്മളിപ്പോൾ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ P(1), P(2) ഒക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ ഫാക്ടർ തിയറവും കൂടിയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ എക്സാം വരുന്നത് October 5-നാണ്. അപ്പോൾ നിങ്ങളെ പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ brilliantpala.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക, മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് October 5-ന്റെ എക്സാം അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.